റിട്ടയർ SP N സുഭാഷ് ബാബു കൂടെ ചേരുന്നുണ്ട്. സർ, തൃശ്ശൂർ മണ്ണുത്തിയിലാണ് പോലീസിന് നേരെ ഗുണ്ടാ സംഗമത്തിന്റെ അക്രമം ഉണ്ടായിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അക്രമമാണ്. പുലർച്ചെ 3 മണിയോടെ ഒരു സംഘം പോലീസുകാരെ ആക്രമിക്കുന്നു. തൊട്ടടുത്ത് വരുന്ന അടുത്ത സംഘത്തെ ഇതേ സമാന രീതിയിൽ തന്നെ ആക്രമിക്കുന്നു. പോലീസ് ജീപ്പൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. ഗുണ്ടകളുടെ അക്രമം പോലീസിലേക്ക് ഇവിടെ ചോദിച്ചിട്ടാകുന്നത് പോലീസിന്റെ അടക്കമുള്ള ഒരു സുരക്ഷയല്ലേ? അതെ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഗുണ്ടകളെ നേരിടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ത്യാഗോജ്വലമായ പ്രവൃത്തി ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നുണ്ടെന്ന് അവരുമായിട്ട് കൂട്ടുചേർന്ന ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇതേമാതിരിയുള്ള കൊള്ളപ്പലിശക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ബ്ലേഡ് മാഫിയ, അതുപോലെ തന്നെ പണം കടത്ത്, ഇതിനു വേണ്ടിയിട്ടൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഗുണ്ട ആക്രമണം, അതായത് അതിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് കൊണ്ടിട്ട് വീട് ഒഴിപ്പിക്കല്, ഭൂമി ഒഴിപ്പിക്കല്, അതുപോലെ അല്ലെങ്കിൽ കടം തീർക്കുക, അതായത് പഞ്ചായത്ത് പറഞ്ഞ് തീർക്കുക എന്നുള്ള ഒരുപാട് തരത്തിലുള്ള ഗുണ്ടാപ്പണികള്, പിന്നെ തല്ലാൻ പോവുക, കൊല്ലാൻ പോവുക, ഇതൊക്കെ അവിടെ സാധാരണമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഗുണ്ടകൾക്ക് വിലസാൻ പറ്റിയ ഒരു പ്രദേശമാണ് തൃശ്ശൂർ പൊതുവില്. അവിടെ ഉണ്ടാകുന്ന എന്താ പറയുക, പോലീസിന്റെ ഒരു വിഭാഗത്തിന്റെ സഹായമുണ്ട്. ആ സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും നടപടിയെടുക്കുന്ന അവസരത്തിൽ അവരെ ചേർത്ത് നിൽക്കുക. പോലീസ് ഇങ്ങനെ വരികയാണെങ്കിൽ മുൻകൂട്ടി അവരെ അറിയിക്കാൻ പോലീസിൽ തന്നെ അവർക്ക് സംവിധാനമുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അപകടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് വീട്ടിലേക്ക് കയറിയിട്ട് അവരെ, പിന്നെ അടുത്ത ദിവസം അവിടെ ഉണ്ടായിട്ടെന്താ പറയാ, പിരിവ് ചോദിക്കും കടകളിലൊക്കെ ചെന്നിട്ട്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വ്യവസായികളെടുത്ത് അവിടെ ചെന്ന് കൊടുത്തില്ലെങ്കിൽ അവരെ വീടാക്രമിക്കുക, ബോംബെറിയുക. അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ ഒരു കൊട്ടേഷൻ എന്നുള്ള രീതിയിലാണ് ആ വീട്ടുകാരെ, അവരുടെ പ്രശ്നങ്ങൾ, അവരെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റാളുകളെ ഏൽപ്പിച്ചത് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് ഇവർ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ കൂടുതൽ ഭീതി ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് സ്വൈര്യ വിഹാരം നടത്താനുള്ള സൗകര്യം അവർക്കുണ്ടാകും. കാരണം ഇവരെ പിന്നാരും എതിർക്കില്ലല്ലോ. പോലീസിനെ പോലും ആക്രമിക്കുന്ന ആളുകളെ പിന്നെ പോലീസ് സാധാരണക്കാരൻ ഭയക്കല്ലാതെ അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പോലീസ് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആ ഗുണ്ടാ നേതാവിന്റെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള ഭീതിക്കും അംഗീകാരത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അധികം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഗുണ്ട ആക്ട് വന്നാൽ ഇപ്പൊ എല്ലാം ശരിയാക്കികളാണെന്ന് പോലീസ് പറഞ്ഞു. പക്ഷെ ഗുണ്ട ആക്ട് വന്നപ്പോ ആ ഗുണ്ടാക്രമണം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ നടപടിക്രമത്തിന്റെ പോലീസിന്റെ കെടുകാര്യസ്ഥതയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവരും തമ്മിലുള്ള അവിഹിതമായ ബന്ധവുമാണ് ഇതിന്റെ പശ്ചാത്തലമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിന് ഗൗരവമായ നടപടിയെടുത്തില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടായി ആക്രമിക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് നമുക്ക് സംശയം വേണ്ട. ഈ ഒരു സംഭവത്തോടെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതായത് ഈ പ്രദേശത്തെ അടക്ക സുരക്ഷയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഗുണ്ട ആക്രമണം നടക്കുന്നയാൾ, അപ്പോൾ അവിടെ അവരുടെ ഒരു സൂര്യവിസ്താരമൊക്കെ നടക്കുന്ന ഒരു പ്രദേശം തന്നെ ആയിരിക്കില്ലേ? അതൊക്കെ തന്നെ ചോദ്യചിഹ്നമായിരിക്കുകയല്ലേ? അതെ, മണ്ണുത്തി പ്രദേശമൊക്കെ പൊതുവെ ഉണ്ട്. പിന്നെ ആ ഹൈവേയിലൊക്കെ പല ആളുകളുടെ പിടിച്ചുപറികളും അങ്ങനെയുള്ള അതേപോലെ പകപോക്കലുകളും, പിന്നെ വണ്ടി മോഷ്ടിച്ച ആളുകളെ പിന്നെ തടഞ്ഞു വെച്ച് ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ഈ പണം കടത്തുന്ന, സ്വർണം കടത്തുന്ന ആളുകളെ, സ്വർണത്തിന്റെ പണം കൊണ്ട ആളുകളെയൊക്കെ ആ ഹൈവേ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം പാലക്കാട് മുതൽ ഇവിടം വരെയുള്ള സ്ഥലത്തുണ്ടാവും. അപ്പോ അത് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗുണ്ടാ സംഘം അവിടെ വിലസിക്കൊണ്ടിരിക്കുന്നത്. പലതും കേസ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുകയോ അതല്ലാത്ത രീതിയിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്താൽ പോലും അത് പഞ്ചായത്ത് പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ക്രിമിനൽ കേസ് എടുക്കാത്ത രീതിയിൽ തീർക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ പോലീസിന്റെ പാരലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവർക്ക് അവിടെ വളർന്ന് വലുതായി വരുന്നതിനും അവര് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടാക്കുന്നതിന് ഏത് സമയവും ഗുണ്ടാ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഭീതിയിൽ വിരാജിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്ന് എനിക്കത് തോന്നുന്നു. വളരെ നന്ദിയുണ്ട് സാർ പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.